CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണികണ്ട മലയാളികൾ. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്ന പ്രതീക്ഷയോടെ മലയാളിക്കിന്ന് പൊന്നിൻ വിഷു. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമവിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി നിർദ്ദേശത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടും വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിന് സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. കരിച്ചാൽ കടവ് സ്ലോയ്സ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി NK അക്ബർ MLA സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ ആശങ്കകൾ കേട്ട ശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ MLA നിർദ്ദേശം നൽകി. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കുപറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സീരകത്തു വീട്ടിൽ 29 വയസ്സുള്ള അനീസാണ് മരിച്ചത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറി ഇടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് വിജു മകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇടിച്ച ലോറി നിർത്താതെ പോയി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. എയ്യാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഗുരുവായൂർ MLA NK അക്ബറിന്റെ 2022, 23, 24, 25 വർഷങ്ങളിലെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ചാവക്കാട് നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ച 4 മിനി മാസ്റ്റർ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നാളികേരമേറ് ഭക്തിനിർഭരമായി. കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് കരുവാൻപടി വട്ടംപറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ ശരത്തിന്റെ തുടർ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥം ജനകീയ സമിതി രൂപീകരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ വൻ മണ്ണെടുപ്പ്. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയുണ്ടെന്ന് കാണിച്ചാണ് കുന്നിടിച്ച് വൻതോതിൽ മണ്ണുകടത്തുന്നത്. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ ബീച്ചിൽ ശുചീകരണം നടത്തി. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും അകന്നുപോകുന്ന കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്കിൽ ആരംഭിച്ച വിഷുവാണിഭചന്ത സമാപിച്ചു. ഡെറിപോളിന്റെ ആദ്യ കവിതാ സമാഹാരം ഷിൻലേഴ്സ് ലിസ്റ്റ് പ്രകാശനം ചെയ്തു. പൊന്നീർകുളം കമല സുറയ്യ സ്മാരക സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ PN ഗോപികൃഷ്ണനെ പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. ഏപ്രിൽ 16, 17 തീയതികളിൽ ആഘോഷിക്കുന്ന അണ്ടത്തോട് നേർച്ചയുടെ ഭാഗമായി വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷായോഗം ചേർന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ ചാലിശ്ശേരി സെന്റ് ഔഗിൻ പള്ളിയിൽ ദ്വിദിന സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയൂർ സൈനും എടക്കഴിയൂർ ദിൽകി ആവാസ് ഓർക്കസ്ട്രയും സംയുക്തമായി നടത്തിയ നാട്ടോത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാഴിയോട്ടുമുറി കുടക്കുഴി ഭാസ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോട്ടപ്പടി ഇരിങ്ങപ്പുറം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിഷുക്കൈനീട്ടവും രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചിറനല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.